നമ്മുടെ കിയു ബോയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഫെബ്രുവരി 7-ാം തീയതി. 5-ാം തീയതി ഇവന് 2 വയസ്സ് തികഞ്ഞു. അപ്പം സെലിബ്രേഷൻ വീഡിയോ കാണാൻ പോയാലോ? അല്ലേ കിയു? ചിരിക്കുന്നുണ്ട് പാവ, ഉള്ളിൽ നിന്ന് കാണാനില്ല. കിയുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു റെസ്റ്റോറൻറ്റിലാണ് നടത്തുന്നത്, മ്യൂണിക്കിലെ ഭീമാസ് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുന്നേ തൊട്ടടുത്ത് ആരി ചേച്ചിയുടെ വീടുണ്ട്, അങ്ങോട്ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോരാന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. അതിനുശേഷം അവിടെ കിച്ചുവേട്ടനും ചേച്ചിയും തലേദിവസം പോയിട്ട് കുറേ ബലൂൺസൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ എടുത്തുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നമ്മൾക്ക് അവിടെ ഒരു സ്റ്റേജും ചെറിയൊരു റൂമും ഉണ്ട്. സ്റ്റേജൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഫുഡും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. ബേസിക്കലി നമ്മൾ ഡെക്കറേഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പം അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കിയു ആരാന്നും എല്ലാം കുറച്ച് കഥകൾ പറഞ്ഞുതരാം. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ലല്ലോ. ജിജി ചേച്ചിനും കിച്ചുവേട്ടനെയും ഓൾറെഡി കുറച്ച് വീഡിയോസിൽ കൂടെ പരിചയം ഉണ്ടായിരിക്കും. അവരുടെ മോനാണ് കിയാൻ. അവൻ്റെ ഫുൾ നെയിം ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡോൾ കളിക്കുകയാണ്. അവൻ്റെ ഫുൾ നെയിം കിയാൻ ദേവിക് കൃഷ്ണ. ഞാൻ കിയു എന്ന് വിളിക്കും. ജിജി ചേച്ചിയൊക്കെ ദേവ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു 5 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ടായിട്ട് തന്നെയുള്ളൊരു ചെറിയൊരു പാർട്ടി ഹോളാണ് കേട്ടോ. നമ്മൾ ജിജി ചേച്ചി ഡിസൈഡ് ചെയ്ത തീം ഒരു വൈൽഡ് തീമായിരുന്നു. അപ്പം അതിന് കറക്റ്റായിട്ടുള്ള ബലൂൺസൊക്കെ വീർപ്പിച്ച് ഒരു ബലൂൺ പൊട്ടി വെച്ചേ കേട്ടോ. അപ്പം ഇങ്ങനെയെല്ലാം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാനും ജിജി ചേച്ചിയും കിച്ചുവേട്ടനും പിന്നെ രാജേഷ് ഏട്ടനും ഉണ്ട് കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീനാഥേട്ടൻ വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഹസ്ത ചേച്ചിയുണ്ട്. ഹസ്ത ചേച്ചി കണ്ണൂരുകാരി കേട്ടോ. കഴിഞ്ഞ വർഷം ആക്ച്വലി ഈ പരിപാടി നടത്തിയ സമയത്ത്, അതായത് ഫെബ്രുവരിയിൽ കിയുവിൻ്റെ ബർത്ത്ഡേ നടത്തിയ സമയത്ത് എനിക്കും ജിക്കും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ നാട്ടിലായിരുന്നു. ഇനി അവിടുത്തെ ഒരു റിയൽ ടൈം ഡിസ്കഷൻ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എന്നോട് രാകേഷ് പറഞ്ഞായിരുന്നു നീ എങ്ങനെ നിൽക്കണം എന്നുള്ളത്. പിന്നെ റോസ്മിക്കും ഡിജെക്കും രാവിലെ ക്ലാസ് കൊടുത്തു രാജേഷ് ചേട്ടൻ. അവൻ പലതും പറയും. രാവിലെ വന്നിട്ട് ഇതിൽ 9 സൈസുണ്ട്. ഞാൻ അവനോട് തിരിഞ്ഞപ്പോൾ മുതലാളി പലതും പറയുന്നു. കാര്യം നടക്കത്തില്ല. നിങ്ങളൊന്നും കഴിഞ്ഞ തവണ വന്നില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഭാഗ്യം. അലമ്പിന്റെ അങ്ങേട്ട് ഇത് ആദ്യത്തെ തവണ സെറ്റ് ചെയ്തത്. ആദ്യത്തെ തവണ ഈ സാധനം വെച്ചിട്ട് നമ്മൾ മറിഞ്ഞ് ഇങ്ങോട്ട് വീട്. ആർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അങ്ങനെ കളിയും തമാശയൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഡെക്കറേഷൻ തീർന്നിട്ടുണ്ട് കേട്ടോ. ഈ വൈൽഡ് തീം ആയതുകൊണ്ട് കുറേ ആനിമൽസിൻ്റെ ഷേപ്പുള്ള ബലൂൺസൊക്കെ ഉണ്ട്. ഫൈനൽ കാര്യങ്ങളൊക്കെ ഡിജെയും ഞങ്ങൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ചേച്ചിയും കിച്ചുവേട്ടനും കൂടെ തിരിച്ചു പോയി കേട്ടോ. കിയുവിനെ ഒന്ന് ഉറക്കമൊക്കെ വേണമായിരുന്നു അവർക്ക്. ഇത് വരുന്ന പിള്ളേർക്ക് വേണ്ടിയുള്ള റിട്ടേൺ ഗിഫ്റ്റ് അവരോട് വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടൊരു പാക്കറ്റ് എനിക്കും ഡിജെക്കും ചേച്ചി തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡെക്കറേഷനിലുള്ള കുറച്ച് കിയുവിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ഇത് ഫ്രൂട്ട് പീക്കിങ്ങിന് പോയ ഫോട്ടോ. ഇത് രണ്ടാമത്തെ ചെറി ബ്ലോസം. പിന്നെ ഇതൊക്കെ അവരുടെ ബാൽക്കണിയിലെ ഫോട്ടോസാണ്. എനിക്കിതിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫോട്ടോ ഇപ്പോൾ വരും കേട്ടോ. അവനൊരു ശ്രീകൃഷ്ണനായിട്ടിരിക്കുന്ന ഫോട്ടോ. അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് എപ്പോഴും തോന്നാറുള്ള ഫോട്ടോ ആണ്. പിന്നെ ചേച്ചി ഇങ്ങനെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കാനും അങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ തന്നെയാണ്. അവരൊക്കെ പോയി ഡെക്കറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ചെറിയ ഫോട്ടോസൊക്കെ ഹസ്ത ചേച്ചിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് അവരുടെ മോള് സന്മയി. അവളോട് ജിജി ചേച്ചി കപ്പ് കേക്ക്സ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഓൾമോസ്റ്റ് അവിടെ ക്ലീൻ ആക്കുന്ന ആൾക്കാർ വന്ന് ക്ലീനെല്ലാം ആക്കി. ആ സമയത്ത് ഞങ്ങൾ പോയിട്ടൊന്ന് റെഡി ആയിട്ടും കൂടെ വന്നു. പറഞ്ഞ പോലെ ഗ്രീൻ തീമാണല്ലോ. അപ്പം ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും ഹസ്ത ചേച്ചിയും ചുമ്മാ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യാണ്. പക്ഷേ എത്ര ട്രൈ ചെയ്താലും എല്ലാം ഫ്ലോപ്പായി പോകുന്നതുകൊണ്ട് ഞാനതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹസ്ത ചേച്ചി കണ്ണൂരുകാരിയാണ്. ഞങ്ങൾ റെഡിയായിട്ട് വന്നപ്പോഴേക്കും കേക്ക് എത്തി. ലത ചേച്ചിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ആൾ. ലത ചേച്ചിയുടെ കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഞാനും ഡിജെയും കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം ഞങ്ങളുടെ ബർത്ത്ഡേ വളരെ അടുത്തടുത്ത ദിവസങ്ങളിലായതുകൊണ്ട് ലത ചേച്ചിയോട് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത്രയും ടേസ്റ്റുള്ള കേക്ക് ജർമ്മനി വന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല. ലത ചേച്ചി അതിൻ്റെ ഷുഗർ ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര അടിപൊളി കേക്കായിരുന്നു. ഈ കേക്കും ഭയങ്കര ടേസ്റ്റി ആയിരുന്നേ. പിന്നെ പുള്ളിക്കാരത്തി വന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ടായിരുന്നു.
ഹായ് DJ. ഞങ്ങളൊരു ഗ്രീൻ ഇട്ടിട്ട് വന്നു. ഇവിടെ മൊത്തത്തിൽ ഗ്രീൻ തീം കൂടിയൊക്കെയാണ്. എന്തായാലും അത് ചേച്ചി പിന്നെയും കേക്ക് സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനൊരു ഫോട്ടോ സ്റ്റാൻഡും കൂടി ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ബ്ലൂ ഫോട്ടോ ആണ് കഴിഞ്ഞ വർഷത്തെ അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഞങ്ങളില്ലാണ്ട് പോയി, ഞങ്ങൾക്കത് മിസ് ചെയ്തു. ഇത് കിയോയും ചിത്ര ചേച്ചിയും കൂടെ മ്യൂണിക്ക് വന്നപ്പോൾ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിജി ചേച്ചി ഫോട്ടോസൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാനും അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. മേ ബി കിച്ചുവേട്ടൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. ഇതൊക്കെ കിച്ചുവേട്ടൻ്റെ ഫാമിലിയൊക്കെയാണ്. ഇത് കിയോൻ്റെ കസിനാണ്. ഇത് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ ഓണത്തിനെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഇതാണ് പിന്നെ ആ ടീം. എല്ലാവർക്കും ക്രിസ്മസ് മാർക്കറ്റ് വീഡിയോയിലൊക്കെ കൂടി ഇവരെയൊക്കെ പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ കറക്കി എൻ്റെ ഡിജയുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അതവിടെ വെച്ചു. അപ്പോഴേക്കും കിയു എത്തി. നമ്മുടെ ബർത്ത്ഡേ ബോയ് എത്തി. കിയു ഹായ് പറ. കിയു ഹായ് എന്ന് പറ. ഡെക്കറേഷനൊക്കെ നോക്കുന്ന തിരക്കില്ലാന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഗ്രീൻ തീമിലെത്തി. ദാജി ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു, തിളക്കം മൊത്തത്തിൽ. പിന്നെ ഇത് ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവർ ഫുഡൊക്കെ റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വെജ് ആൻഡ് നോൺ വെജ് ഓപ്ഷൻസ് ഈക്വലി ഉണ്ടായിരുന്നു. പിന്നെ ഗുലാബ് ജാമുനും നാൻ ഒക്കെ ഉണ്ടായിരുന്നു. ഗസ്റ്റൊക്കെ ചെറുതായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാം കുഞ്ഞിപ്പിള്ളേരാണല്ലോ, അപ്പം കിയൂന് കളിക്കാൻ വേണ്ടിയുള്ള കമ്പനീസൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാട്ടോ ഫൈനലി നമ്മൾ ഡെക്കറേഷൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവർ ആ ബലൂൺസ് മാത്രം അവിടെ വെക്കാവോ, നാളെ അവർക്കൊരു പാർട്ടി ഉണ്ട് അതിനുവേണ്ടി യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ ബലൂൺസ് അവിടെ വെച്ചിട്ടാണ് ആക്ച്വലി പോകുന്നത് കേട്ടോ. ഇതാണ് നേരത്തെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത കപ്പ് കേക്ക്. ആക്ച്വലി കപ്പ് കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയില്ല, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് വാസ് സോ ഡെലിഷ്യസ്. പിന്നെ നമ്മുടെ കിയു എത്തിയിട്ടുണ്ട്. അവൻ ആക്ച്വലി ഉറക്കാൻ ചേച്ചി ഒത്തിരി ട്രൈ ചെയ്തിട്ട് അവൻ ഉറങ്ങിയില്ല. അവനും ആകെ എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് അവൻ ആക്ച്വലി ഇച്ചിരി ഗ്രമ്പി ആയിരുന്നു. പിന്നെ DJ പുറകെ നടന്ന് പറ്റുന്ന പോലെ കിയുവിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 വയസ്സാകുമ്പോൾ അവനങ്ങനെ നിന്ന് തരുന്നത് വളരെ കുറവാണല്ലോ, എന്നാലും പറ്റുന്ന പോലെ കിയു നിന്ന് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ തന്നെ എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഇതാ ഇപ്പോൾ ഒരു എയർ കണ്ടോ, എൻ്റെ തന്നെ ചങ്കൊന്ന് കുലുങ്ങി. ബിക്കോസ് ആ സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചതിൻ്റെ കഷ്ടപ്പാട് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പോഴേക്കും ഇതാ മറ്റേ കുഞ്ഞിപ്പീക്രി ടീംസ് എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് പിന്നെ ഭയങ്കര കളിയായി. അവസാനം എന്തെങ്കിലും അപകടം നടക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഇറക്കി. ഗിഫ്റ്റിൻ്റെ റാപ്പ് വരെ ഗ്രീൻ കളറാണ് കേട്ടോ. കിയുവിന് എങ്ങനെയോ ഇതൊരു ഗിഫ്റ്റ് കിട്ടുന്ന ദിവസമാണെന്ന് മനസ്സിലായി. കുറച്ച് ഗിഫ്റ്റ്സ് അവൻ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അതോടെ കാര്യം ചെറുതായിട്ട് ഈ ഗിഫ്റ്റൊക്കെ ഇപ്പൊ തുറന്ന ഹാപ്പി തുറക്കാനാണോ? കുറച്ച് ഗസ്റ്റ്സും കൂടെ വരാനുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമ്മൾ ഹ പറഞ്ഞിട്ട് യോഗനം ചെയ്യുന്നല്ല കേട്ടോ. കിയുവിനെ ഫോട്ടോസിൽ ചിരിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. കുറച്ച് ഫാമിലീസ് വരാനുള്ള സ്ഥിതിക്ക് കേക്ക് കട്ടിങ് ഡിലേ ആവുമല്ലോ, ആ ടൈമിൽ കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫാമിലിനെ വിടാനൊന്ന് ശ്രീനാഥേട്ടൻ മുൻകൈ എടുക്കുമോ? നമ്മളിവിടെ ചിയറിംഗ് ടീമാണ്, അവനെ എടുക്കണേ. ഇത് അരുൺ ചേട്ടൻ, ദിവ്യ ചേച്ചി, ഇവരുടെ മോൻ ഉണ്ണി. അവൻ്റെ ആക്ച്വൽ നെയിം ഞാൻ മറന്നു കേട്ടോ. അവൻ ബലൂൺ പൊട്ടിയത് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ പേടിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കൊരു കമ്പനിയായിരുന്നു അവൻ. അങ്ങനെ എല്ലാവരും വന്നു. നമ്മൾ കേക്ക് കട്ടിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പിള്ളേരെല്ലാവരും സ്റ്റേജിൽ കയറി നിന്നിട്ട് നല്ല രസമില്ലായിരുന്നു.
ഇതാട്ടോ വന്ന ഗസ്റ്റ്സ്. കിച്ചുവേട്ടൻ്റെയും ജി ചേച്ചിയുടെയും എന്നാ പറയുന്നത് വളരെ ക്ലോസ് സർക്കിൾ, ബേസിക്കലി കിയുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള വളരെ ചെറിയ കുറച്ച് ആൾക്കാരുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ പോയ രാകേഷ് ചേട്ടനും ചേച്ചിയും വിളിക്കുന്നതാണ്. ഇവരെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. രാകേഷ് ചേട്ടനൊരു ഫെയർവെൽ ഒക്കെ കൊടുത്ത വീഡിയോ ആക്ച്വലി എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അവർ നമ്മൾ വീഡിയോ കോളിൽ കണ്ടപ്പം ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഫോണിലൊക്കെ വിളിച്ച് എല്ലാവരും ഇപ്പോഴും ഭയങ്കര കണക്ഷനിലാണ്. അത് കാണുമ്പം എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഈ കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം എല്ലാവരും കേക്ക് ഇരുന്ന് കുറച്ച് നേരം കഴിച്ചു, കുറച്ചൊന്ന് റിലാക്സ് ചെയ്തു. ഇതാട്ടോ ലത ചേച്ചിയുടെ കേക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് കാണാൻ വേണ്ടി നല്ല രസമില്ല. പുള്ളിക്കാരത്തിയുടെ ലെയറിങ് ഒക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. കേക്ക് എല്ലാവർക്കും എടുത്തു കൊടുത്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജ് നോൺ വെജ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി റൈസ്, പിന്നെ ചിക്കൻ പനീർ, ചിക്കൻ ലോലിപോപ്പ്, ഗോബി മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഫുഡ്. വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഫുൾ എടുത്തോ? ആ ഹലോ, അതാരാ? അതാമി. ഇതാരാ? എടുത്തു. ഇതാട്ടോ നേരത്തെ പറഞ്ഞ ഉണ്ണിക്കുട്ടൻ. അവൻ ബലൂണിന്റെ പേടിയൊക്കെ മാറി നല്ല സ്മാർട്ടായിട്ട് വന്നിട്ടുണ്ട്. ആരത്? ഞാൻ ആമി ചേച്ചിയുടെ ഫോട്ടോ എടുത്തു കേട്ടോ. ഈ പറഞ്ഞ ആമി ചേച്ചിയുടെ പേരൻസ് ആണ് കേട്ടോ ഈ കാണുന്ന ആര്യ ചേച്ചിയും രാജേഷ് ചേട്ടനും. ഇവരുടെ വീട്ടിൽ രാവിലെ പോയെ. രാജേഷേട്ടാ ചിരിച്ചോണ്ട്. രാജേഷേട്ടാ ഞാൻ ഇവിടെയാ. കഴിഞ്ഞു ഇനി ബാക്കിട്ടോ. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുമ്പോഴേക്കും നമ്മുടെ കിയു ഉറങ്ങിയായിരുന്നു കേട്ടോ. അവന് നേരത്തെ ചെയ്യാൻ പറ്റാത്ത നാപ്പ് അവൻ ഇപ്പോൾ എടുത്തു. ഉറക്കം കഴിഞ്ഞിട്ട് പുള്ളി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ കുറേ ഗ്രൂപ്പ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഉറക്കം കഴിഞ്ഞുകൊണ്ട് കിയു നല്ല ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് അവൻ്റെയും കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ കുറച്ചൊക്കെ പറഞ്ഞാൽ ഇവന് മനസ്സിലാവും. അവിടെ നിൽക്കുക, രണ്ടും പിടിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ആക്ച്വലി ആദ്യം നിന്നായിരുന്നു. ഇപ്പോൾ ഇതാ അവൻ ഇറങ്ങി ഓടുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടല്ലേ ഇതൊക്കെ കാണാൻ. പിന്നെ എനിക്കും പേഴ്സണലി ഈ വൈൽഡ് തീം, ഈ ഗ്രീൻ കോംബോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കിയുവിൻ്റെ ബർത്ത്ഡേ കൂടാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇത്തവണ മാറി. പിന്നെ പിള്ളേരെ വലയിലാക്കാൻ ചേച്ചിയുടെയും കിച്ചുവേട്ടൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. അതിലൊന്നായിരുന്നു ആ ബബിൾസ്. പിന്നെ ഇതാക്കി കുറച്ചൊന്ന് ഇടയ്ക്കൊന്ന് കരഞ്ഞപ്പം DJ അവനെ എടുത്തു പിടിച്ചു. ഞങ്ങൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാം വേണ്ട പ്രോപ്പർട്ടീസൊക്കെ എടുത്തു. ക്ലീൻ ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കില്ല, അത് റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി, നമ്മൾ പാക്ക് ചെയ്തു. അതിനുശേഷം ആര്യ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചിട്ടാണ് പിരിയുന്നത്. ബലൂൺസ് മാത്രം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണേഴ്സ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബലൂൺസ് അവിടെ ബാക്കി വെക്കാവോ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട്. സോ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷത്തെ ഫാദർ ഫുഡ് പറ 2 years of father. ദേവനോട് ചോദിക്കും. Deva, 2 years of living with these parents. പറഞ്ഞു കൊടുക്ക് ദേവ. പറ. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. DJ ഉള്ളത് കൊണ്ട് എല്ലാം ഭംഗിയായി. നമ്മള് വന്നോണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഡിലേ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത്തവണ 1 മണിക്കൂർ മുന്നേ അതുകൊണ്ട് എല്ലാം തീർന്നു. സൈഡിൽ കൂടെ നിന്ന് പഞ്ച് ഡയലോഗ് ഭയങ്കര ബുദ്ധിയാ. കൗണ്ടർ പറയാൻ ഭയങ്കര ബുദ്ധിയാ. പറ എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി? എങ്ങനെയുണ്ടായിരുന്നു പറ. Party was wonderful. വിചാരിച്ച പോലെ Coordination was super. We improved a lot. It's not like last year. We made it happen within time. Yes. അല്ലേ വിളിച്ചതല്ല. ഇനി നിങ്ങൾ പറയണം എന്താണ് പറയേണ്ടത്. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ പരിപാടി ഉഷാറായിരുന്നു. ഫുഡ് ഇഷ്ടപ്പെട്ടോ? ഫുഡ് നല്ലായിരുന്നു. കേക്കാണ് ഹൈലൈറ്റ്. ഇത് ലത ചേച്ചി കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും. ലത ചേച്ചിയുടെ കേക്ക് അടിപൊളിയാണ്. അതും അതെ. കപ്പ് കേക്ക് നമ്മൾ ആരും കഴിച്ചില്ല, പേടിച്ചിട്ട്. ജിജി ചേച്ചി മൊത്തം തിളങ്ങുവാല്ലേ. ആര്യ ചേച്ചി ഇനി ഒരു ഹായ് പറയാം.
ആ തിരിഞ്ഞു നിന്നിട്ട് പറയണം. അപ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. എവിടെ നമ്മുടെ ബർത്ത്ഡേ ബോയ്. ബൈ ബൈ പറ. ബൈ ബൈ. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ബൈ ബൈ. ഞങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ട്. പറ പറ ചേട്ടൻ. ഹലോ, ഈ പറയണ അരുൺ വരെ നിന്റെ ബെല്ല് അടിച്ചിട്ടില്ല. ഇനി അടിക്കും ഇല്ലേ? ഇനി അടിക്കും. ദിവ്യ ചേച്ചി എന്റെ വ്യൂവറാ. ഓക്കെ, അരുണേട്ടൻ എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. പറഞ്ഞു. എനിക്കൊന്നും പറയാൻ നിങ്ങളെ തമ്മിലേ ഗ്രൂപ്പ് ഡിസ്കഷൻ. അടുത്തറി ഇനി പറയണം. പറഞ്ഞു മതിയോ? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്റെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ചാനലിന്റെ പേര് അരുൺ. ചാനൽ ഉണ്ടാക്കിയിട്ട് പറയാം. അരുണേട്ടനും ദിവ്യ ചേച്ചി നമ്മുടെ ഹ്യൂജ് സപ്പോർട്ടേഴ്സ് ആണ്. പുള്ളിക്കാരി എന്റെ സബ്സ്ക്രൈബറാ. അങ്ങനെ ഒത്തിരി ചളിയൊക്കെ പറഞ്ഞ് ആ ഈവനിങ് അങ്ങനെ അവസാനിച്ചു. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇന്നെടുത്ത ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് ആഡ് ചെയ്യാം. കിയോ ആക്ച്വലി എനിക്കും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബേബിയാണ്. അവൻ ജനിച്ച അന്ന് തൊട്ട് എനിക്ക് അവനെ അറിയാം. അവൻ ജി ചേച്ചി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈം തൊട്ട് ഞാനും ജി ചേച്ചിയൊക്കെ കുറേ ഒരുമിച്ചായിരുന്നു. കിയോ എനിക്ക് അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിലും ഞാൻ കിയോൻ്റെ ബർത്ത്ഡേ വീഡിയോ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ.